പത്തനംതിട്ട കോന്നി കാട്ടാത്തി നദിയിലെ ഊരുമൂപ്പൻ മോഹൻദാസിന്റെ മൃതദേഹം ഉൾക്കാട്ടിൽ കണ്ടെത്തി. ഒരു മാസം മുൻപാണ് മോഹൻദാസിനെ കാണാതായത്. കോടതിയിൽ നിന്ന് സമൻസ് വന്നതിന് പിന്നാലെയായിരുന്നു മോഹൻദാസ് കാടുകയറിയത്. ശശി നാരായണൻ വിവരങ്ങൾ നൽകും. ശശി, എന്താണ് പ്രാഥമിക നിഗമനങ്ങൾ? എൽദോ, ഇന്ന് 11 മണിയോടുകൂടിയാണ് ഊരുമൂപ്പിന്റെ മൃതദേഹം. മോഹൻദാസ് ആണ് ഊരുമൂപ്പിന്റെ പേര്. കോന്നി കൊക്കാത്തോട് കാട്ടാത്തിപ്പാറ ഉന്നതിയിലെ ഊരുമൂപ്പനാണ് മോഹൻദാസ്. കഴിഞ്ഞ ഒരു മാസമായി മോഹൻദാസിനെ കാണാതായിരുന്നു. അതിൽ പ്രധാനമായ കാരണം ഈ മോഹൻദാസിന് കോടതിയിൽ ഒരു സമൻസ് ലഭിച്ചിരുന്നു. അതായത് വീട്ടിലെ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസായിരുന്നു. അത് കോന്നി പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്. ആ തർക്കം പരിഹരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പൊ കോടതിയിൽ നിന്നും ഈ സമൻസ് വന്നത്. സമൻസ് വന്നതിന് ശേഷം ആ കോടതിയിൽ ഹാജരാക്കാൻ ഭയം മൂലം ഈ മോഹൻദാസ് കാട്ടിൽ പോയെന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ടാണ് മോഹൻദാസിനെ ഒരു മാസം മുമ്പ് കാണാതാവുന്നത്. അന്ന് മുതൽ പോലീസും വനംവകുപ്പും അതുപോലെ തന്നെ നാട്ടുകാരും അടക്കം ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ വരെ നടത്തി വരികയായിരുന്നു. എന്തായാലും പല ദിവസങ്ങൾ തെരച്ചിൽ നടത്തിയിട്ട് മോഹൻദാസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടിയാണ് കോന്നി കാട്ടാത്തിപ്പാറ ഉൾവനത്തിലെ മോഹൻദാസ് തൂങ്ങി മരിച്ചു നിൽക്കുന്നതായി കണ്ടെത്തിയത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണോ മോഹൻദാസ് പോയിട്ടുള്ളത്, ഇനി മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഈ മോഹൻദാസിന്റെ മരണത്തെക്കുറിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഫോറസ്റ്റും അതുപോലെ തന്നെ പോലീസും ഒക്കെ നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ മോഹൻദാസിനെ ഉൾവനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആഴ്ചകളോളം മൃതദേഹത്തിന് പഴക്കമുണ്ട് എന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്യുകയാണോ ഇനി മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യം കൂടിയിട്ട് വിശദമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേസ് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിരുന്നു. ആ കേസ് കോന്നി പോലീസ് സ്റ്റേഷനിൽ പരിഹരിച്ചതാണെന്ന് പറഞ്ഞത് അതിനെ സംബന്ധിച്ചൊരു ആക്ഷേപം നിലനിൽക്കുന്നത്. കാരണം ഈ കേസ് പരിഹരിച്ചതിന് ശേഷം വീണ്ടും വന്നതാണ് ഈ മോഹൻദാസിന് മനോവിഷമത്തിന് കാരണമായത്. കോടതിയിൽ നിന്ന് സമൻസ് വന്നതിന് പിന്നാലെയാണ് വീട്ടിൽ നിന്നും മോഹൻദാസിനെ കാണാതാകുകയായിരുന്നു. അങ്ങനെയാണ് കാട് കയറിയെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ മോഹൻദാസിനെ കാട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എൽദോ, റൈറ്റ്. ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ കാട്ടാത്തി നദിയിലെ ഊരുമൂപ്പൻ മോഹൻദാസിന്റെ മൃതദേഹമാണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ ഉൾക്കാട്ടിൽ കണ്ടെത്തുന്നത്. ദിവസങ്ങൾ പഴക്കമുണ്ട് എന്നാലും അദ്ദേഹത്തെ കാണാതായത് ഒരു മാസം മുമ്പാണ്. ഒരു മാസം മുമ്പ് കാണാതായ മോഹൻദാസിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. കോടതിയിൽ നിന്നും സമൻസ് വന്നു. അത് പരിഹരിക്കപ്പെട്ട സംഭവത്തിൽ സമൻസ് വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് അദ്ദേഹം കാട് കയറുന്നതും ഇപ്പോൾ മരിച്ച നിലയിൽ മോഹൻദാസിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത് ഉൾക്കാട്ടിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.